ഉദാഹരണക്കുറവുണ്ടാകുന്ന പുരുഷന്മാരിൽ ഒരു കോമൺ സിനാരിയോ ഞാൻ പറയാം. ഇദ്ദേഹം ജോലി ചെയ്യുന്നത് ഗൾഫിലായിരിക്കും. വർഷത്തിൽ ഒരു പ്രാവശ്യമായിരിക്കും നാട്ടിൽ വരുന്നത്. കുറച്ച് ദിവസത്തേക്ക് മാത്രം നാട്ടിലേക്ക് വന്നുകൊണ്ടും കഴിഞ്ഞ ഒരു വർഷമായി ലൈംഗികമായി ബന്ധപ്പെടാൻ സാധിക്കാത്തതുകൊണ്ടും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഒന്നിൽ കൂടുതൽ തവണ ബന്ധപ്പെടുകയും 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ഇവർക്ക് ഉദാഹരണത്തിന് കുറവ് പോലെ അനുഭവപ്പെടാം. എന്നിട്ട് അത് കറക്റ്റ് ചെയ്യാൻ ടെഡലാഫിലും സിൽഡനാഫിൽ പോലത്തെ മരുന്നുകൾ കഴിക്കാനും ഇവർ ശ്രമിക്കും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ അധികം ആൾക്കാരും ചിന്തിക്കാത്ത ഉദാഹരണക്കുറവിൻ്റെ കുറച്ച് കാരണങ്ങളെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ഈ ചാനലിൽ തന്നെ ഇതിന് മുമ്പേ ഞാൻ പബ്ലിഷ് ചെയ്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ തവണ ലൈംഗികമായി ബന്ധപ്പെടുന്നവർക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദാഹരണക്കുറവ് വരാനുള്ള സാധ്യത കുറവായിരിക്കും. പലതരത്തിലുള്ള സയൻറ്റിഫിക് സ്റ്റഡീസിൽ ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു തവണ മാത്രം ലൈംഗികമായി ബന്ധപ്പെടുന്നവർക്ക് ഒരാഴ്ചയിൽ തന്നെ 2-3 തവണ ലൈംഗികമായി ബന്ധപ്പെടുന്നവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യത കൂടുതലുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ബന്ധപ്പെടുന്നവർക്കാണ്. പക്ഷേ ആ വീഡിയോയിൽ ഞാൻ പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്. സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഇറക്ഷൻ പ്രോബ്ലംസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ഇത് മാക്സിമം ലിമിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, വളരെയധികം കൂടിക്കഴിഞ്ഞാലും ഇതേ ഇറക്ഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാം. കാരണം ഓരോ തവണ ഇറക്ഷൻ നടന്ന് ഇജാക്കുലേഷൻ അതായത് സ്ഖലനം സംഭവിക്കുമ്പോൾ പുരുഷന്മാരുടെ പ്രധാന സെക്സ് ഹോർമോണായിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവലിൽ വ്യത്യാസങ്ങളുണ്ടാവും. ടെസ്റ്റസിൽ സെമൻ ഉൽപ്പാദിപ്പിക്കാൻ ഒരു മിനിമം സമയം വേണം, ഒരു ഗ്യാപ്പ് കൊടുക്കേണ്ടതാണ്. ഇത് ചെറുപ്പക്കാരേക്കാളും 40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ഈ പ്രശ്നം കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതായത് ഫ്രീക്വൻസി കൂടുതലായിട്ടുള്ള സെക്ഷൽ ഇൻ്റർകോഴ്സും വളരെ കുറവും നല്ലതല്ല. ഓരോരുത്തരുടെയും സെക്ഷൽ ഇൻ്റർകോഴ്സിൻ്റെ ഫ്രീക്വൻസി എത്രയാണ് വേണ്ടതെന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അത് മനസ്സിലാക്കാതെ ഒന്നിക്കൽ കൂടുതൽ അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നവർക്കും ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. ഫ്രീക്വൻസി കൂടിയിട്ട് ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന മറ്റൊരു കാറ്റഗറിയിലുള്ളവരാണ് പോൺ അഡിക്ഷൻ ഉള്ളവർ. ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ മാസ്റ്റുർബേഷനൊക്കെ ചെയ്തിട്ട് ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് അധികം ആൾക്കാർക്കും അനുഭവപ്പെടാറുണ്ട്. ഇവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് ടെഡലാഫിലും സിൽഡനാഫിലും അല്ല, പോൺ അഡിക്ഷൻ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. പോൺ അഡിക്ഷൻ സ്മോക്കിംഗ് പോലെ, ആൽക്കഹോൾ പോലെ ഒരു തരത്തിലുള്ള എഡിക്ഷൻ തന്നെയാണ്. ഇതിന് ചികിത്സയുണ്ട്. റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് 40 വയസ്സിന് താഴെ പ്രായമുള്ള പുരുഷന്മാർക്ക് ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നതിൻ്റെ റിസ്ക് 3-ൽ 1 ഇനി ഒരാഴ്ചയിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര തവണയാണ് ബന്ധപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ്റെ ബാക്കിയുള്ള എല്ലാ കാരണങ്ങളെയും നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഇതിലൊന്ന് സൈക്കോജനിക് ആണ്, രണ്ടാമത്തത് ഓർഗാനിക് ആണ്. ആദ്യം നമുക്ക് സൈക്കോജനിക് ആയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസിനെ കുറിച്ച് പറയാം. ഇത് അധികം ആൾക്കാർക്കും കണ്ടുവരുന്നതാണ്. ഇത് പെട്ടെന്ന് തുടങ്ങുന്ന തരത്തിലുള്ള ഇറക്ഷൻ പ്രോബ്ലംസ് ആണ്. അതായത് യാതൊരു പ്രശ്നമില്ലാതെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ആൾക്ക് പെട്ടെന്നൊരു ദിവസം ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോസ്റ്റ് കോമൺ കോസ് സൈക്കോജനിക് ആയിരിക്കും. സൈക്കോജനിക് എന്ന് പറഞ്ഞാൽ മാനസികം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിന് പല കാരണങ്ങളുണ്ട്. ഡിപ്രഷൻ ആവാം, ആങ്സൈറ്റി ആവാം, ഭയമാവാം, കോൺഫിഡൻസിൻ്റെ പ്രശ്നങ്ങളാവാം, ആദ്യമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെ ഉത്കണ്ഠയാവാം. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ചില പ്രവാസികൾക്ക് ഇത് കാരണവും ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് കുറേ കാലമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് ഇറക്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, പാർട്ട്ണറിന് എന്ത് തോന്നും, പാർട്ട്ണർ സാറ്റിസ്ഫൈഡ് ആവുമോ ഇല്ലേ, ഇങ്ങനത്തെ ചിന്തകൾ കാരണം ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ ഇതിനൊക്കെ നമുക്ക് സൈക്കോജനിക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചിന്തകളുടെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തവണ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ചായിരിക്കും ചിന്ത ഉണ്ടാവുക. ഇനി രണ്ടാമത് ബന്ധപ്പെടുന്ന സമയത്ത് ഉദാഹരണം ഉണ്ടാവുമോ, പഴയതുപോലെ ഉദാഹരണം കുറഞ്ഞു പോവോ, വീണ്ടും ഇതേപോലെ സംഭവിക്കുമോ, ഇങ്ങനത്തെ ചിന്തകൾ കാരണം മാത്രം ഇവർക്ക് വീണ്ടും വീണ്ടും ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുക. സെക്ഷൽ അറൗസൽ പ്രോപ്പറായിട്ട് ഉണ്ടാവും, പക്ഷേ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഉദാഹരണം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടാം. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇവരുടെ കോൺഫിഡൻസ് വല്ലാതെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, വീണ്ടും ഇത് സംഭവിക്കുമോ, അടുത്ത പ്രാവശ്യം ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ചിന്തകളാണ് ഇവരുടെ ഇറക്ഷൻ പ്രോബ്ലംസിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. സൈക്കോജനിക് ആയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ തന്നെയാണ്. കൗൺസിലിംഗ് നല്ലതാണ്, മെഡിറ്റേഷൻ ട്രൈ ചെയ്യുന്നത് നല്ലതാണ്, എക്സസൈസ് ഇതുവരെ ചെയ്യാത്തവർ എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മളുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സൈക്കോജനിക് ഇറക്ഷൻ പ്രോബ്ലംസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് പോകാം, ഓർഗാനിക് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസ്. ഇവിടെ ശരീരത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം കാരണം, അത് ബ്ലഡ് ഫ്ലോയിലുള്ള പ്രശ്നമാവാം, ഹോർമോണൽ ചേഞ്ചസ് ആവാം, ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഇറക്ഷൻ പ്രോബ്ലംസിനെയാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. ഓർഗാനിക് ആയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസ് വളരെ ഗ്രാജുവലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാകുന്നതല്ല, സ്ലോലി സ്റ്റാർട്ട് ചെയ്യും, പിന്നീട് അത് മെല്ലെ മെല്ലെ കൂടി വരും. പ്രമേഹമുള്ള ആൾക്കാർക്ക്, ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്,
ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരും കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുള്ളവർക്കും ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവർക്കൊക്കെ ഇറക്ഷൻ പ്രോബ്ലംസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് മോസ്റ്റ്ലി ഓർഗാനിക് ആവാനാണ് സാധ്യത ഉള്ളത്. ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഇതെല്ലാം പീനിസിലേക്കുള്ള രക്തോട്ടത്തിനെയാണ് ബാധിക്കുന്നത്. ഉദാഹരണം സംഭവിക്കുന്നത് തന്നെ പീനിസിലേക്ക് എത്തുന്ന കൂടുതലായിട്ടുള്ള രക്തമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഭാഗമായി അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയാൻ അത് കാരണം ഓർഗാനിക് ആയിട്ടുള്ള ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം. രക്തോട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടാതെ ചിലപ്പോൾ പീനിസിൽ ഡിഫോമിറ്റീസ് ഉണ്ടാവാം, പീനിസിൻ്റെ കർവേച്ചറിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പെരോണീസ് ഡിസീസ് എന്ന് പറയുന്നത്. ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതിൻ്റെ മറ്റൊരു ഓർഗാനിക് പ്രശ്നമാണ് എൻഡോക്രൈനൽ അബ്നോർമാലിറ്റീസ് പറയുന്നത്. നമ്മുടെ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ബ്രെയിനും സ്പൈനൽ കോഡിൽ നിന്ന് വരുന്ന നെർവ്സും മാത്രമല്ല, നമുക്കൊരു എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്. ഈ എൻഡോക്രൈൻ സിസ്റ്റം എന്നാണ് പലതരത്തിലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത്. ചില ഹോർമോൺസിൻ്റെ ഉദാഹരണമാണ് തൈറോയ്ഡ് ഗ്ലാൻഡിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന തൈറോയ്ഡ് ഹോർമോൺ, ടെസ്റ്റസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ടെസ്റ്റോസ്റ്ററോൺ, പാൻക്രിയാസിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ. ഈ പറഞ്ഞ ഹോർമോൺസിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ചിട്ടും ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോകുന്നത് കൊണ്ട് മാത്രമല്ല ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നത്. ഒരു കണക്കിൽ പറയുന്നത് 50 വയസ്സിന് താഴെ പ്രായമുള്ളവരിൽ വെറും 4% ആൾക്കാർക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോയിട്ട് അത് കാരണം ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ടെസ്റ്റോസ്റ്ററോൺ കുറഞ്ഞു പോയത് കാരണം ആവണമെന്നില്ല. ടെസ്റ്റോസ്റ്ററോണിൻ്റെ ടെസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ബ്ലഡ് ടെസ്റ്റാണ്, മോർണിംഗ് സാമ്പിളാണ് എടുക്കേണ്ടത്. ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ടെന്ന് കണ്ടെത്തിയവർക്ക് മാത്രമേ ടെസ്റ്റോസ്റ്ററോൺ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഇത്തരത്തിൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇറക്ഷൻ പ്രോബ്ലംസിലേക്ക് എത്തിക്കുന്നത് പലതരത്തിലാണുള്ളത്. ഇത് കണ്ടുപിടിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചും ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഏത് തരത്തിലുള്ള ടെസ്റ്റാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ യൂറോളജിസ്റ്റിന് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കും. എല്ലാവർക്കും ഒരേപോലത്തെ ടെസ്റ്റുകളും എല്ലാ ടെസ്റ്റുകളും ചെയ്യേണ്ട ആവശ്യവുമില്ല. നിങ്ങൾ കാണേണ്ടത് നിങ്ങളുടെ യൂറോളജിസ്റ്റിനെയാണ്. നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി യൂറോളജിസ്റ്റിനെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനായി ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ബുക്ക് ചെയ്യാവുന്നതാണ്. കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാനുള്ള ഡോഫോഡിൻ്റെ വെബ്സൈറ്റ് ലിങ്കും QR കോഡും ഡോഫോഡി കസ്റ്റമർ സപ്പോർട്ടിൻ്റെ ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണും. ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന മറ്റൊരു ഓർഗാനിക് പ്രോബ്ലമാണ് ന്യൂറോളജിക്കൽ എന്ന് പറയുന്നത്. ചിലർക്ക് സീജർ അല്ലെങ്കിൽ അപസ്മാരത്തിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അതിനോടൊപ്പം ഇറക്ഷൻ പ്രോബ്ലംസ് വരാം. പാർക്കിൻസൺസ് ഡിസീസും മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലത്തെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്കും അതിൻ്റെ ഭാഗമായി സെക്ഷൽ പ്രോബ്ലംസ് വരാം. ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇറക്ഷൻ്റെ പ്രോബ്ലംസ് ആയിട്ടായിരിക്കും. ചിലർക്ക് കരൾ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാവാം. കാരണം ലിവറിൽ ആണ് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ മാത്രമേ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഉൽപ്പാദനം കൃത്യമായി നടക്കുകയുള്ളൂ. നിങ്ങൾ സ്ഥിരമായി കഴിക്കുന്ന ചില തരത്തിലുള്ള മരുന്നുകളും ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ആൻറ്റി ഡിപ്രസൻസ്, വിഷാദ രോഗത്തിന് നിങ്ങൾ മരുന്ന് സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോസിനനുസരിച്ചിട്ടും ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. കുറഞ്ഞ ഡോസുള്ളവർക്ക് ചെറിയ രീതിയിൽ മാത്രമേ ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കൂടുതൽ ഡോസിൽ കഴിക്കുന്നവർക്ക് ഇറക്ഷൻ പ്രോബ്ലംസും കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേദന സംഹാരികൾ കഴിക്കുന്നവർക്ക്, സ്ഥിരമായി മദ്യപിക്കുന്നവർക്കൊക്കെ ഇത്തരത്തിലുള്ള കെമിക്കൽസ് ബോഡിയിൽ എത്തുന്നത് കാരണം മാത്രം ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടാവാം. അതുകൊണ്ട് നിങ്ങൾക്കും ഇറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഓർഗാനിക് ആണോ എന്ന് കണ്ടുപിടിക്കാനും ഇപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻസിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഇറക്ഷൻ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഒന്നിക്കൽ സൈക്കോജനിക് അല്ലെങ്കിൽ ഓർഗാനിക് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിൻ്റെ കോമ്പിനേഷൻസും സാധാരണ രീതിയിൽ കണ്ടുവരാറുണ്ട്. ഉദാഹരണക്കുറവിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്താണ് അറിയേണ്ടത്? നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഇതിനു മുമ്പേ ഉദാഹരണക്കുറവിനെ കുറിച്ചും സെക്ഷൽ ഹെൽത്തിനെ കുറിച്ചും ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നന്ദി. ഞാൻ നിങ്ങളടുത്ത വീഡിയോയിൽ കാണാം. ബൈ.